നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണെന്ന് CPM നേതാവ് ഗോപി കോട്ടമുറിക്കൽ. കൃഷിഭൂമി കുത്തകകളുടെ കൈകളിലെത്തിക്കാനുള്ള നീക്കം ചെറുകിട ഇടത്തരം കർഷകരെ ഇല്ലാതാക്കും. പാലക്കാട്ട് കർഷക സംഘം ജില്ലാ കൺവെൻഷൻ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. KFCയുടെ കോടികൾ അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ച് തുലച്ചു. KSFEയുടെ ഭാവി എന്തെന്ന് കണ്ടറിയണം. ബിവറേജസ് കോർപ്പറേഷനെ പോലും നഷ്ടത്തിലാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്നും A. തങ്കപ്പൻ. പാലക്കാട്ട് KSFE ഓഫീസേഴ്സ് അസോസിയേഷന്റെ യാത്രയയപ്പ് സമ്മേളനം. വടക്കാഞ്ചേരി മേഖലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പെരുകുന്നു. കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് കവർച്ച. ഓട്ടുപാറ പരുത്തിപ്രയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ കടത്തുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര സ്വദേശി സന്തോഷ്. വാർത്തകൾ വിശദമായി. കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ തികഞ്ഞ വഞ്ചനയാണെന്ന് CPM നേതാവ് ഗോപി കോട്ടമുറിക്കൽ. കൃഷിയും കൃഷിഭൂമിയും കുത്തകകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നീക്കം ചെറുകിട ഇടത്തരം കർഷകരെ ഇല്ലാതാക്കുമെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. പാലക്കാട്ട് കർഷക സംഘം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സമരം ശമിപ്പിക്കാനും കുത്തകകളെ സഹായിക്കാനുമാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത്. കൃഷിഭൂമിയെയും കർഷകനെയും രക്ഷിക്കാൻ നൂതന പദ്ധതികൾ അനിവാര്യമാണെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് യഥാസമയം വില ലഭിക്കാത്തതിനെ ന്യായീകരിക്കാനാകില്ല. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കേന്ദ്ര നയമാണെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി MR മുരളി, ജോയ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നായിരുന്നു കവർച്ച. പ്രദേശത്ത് സമീപകാലത്തായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച വർദ്ധിച്ചിട്ടുണ്ട്. ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിക്കാരനാണ് തിടപ്പള്ളിയുടെയും ശ്രീകോവിലിന് സമീപത്തെ ഭണ്ഡാരത്തിൻ്റെയും പൂട്ടുകൾ തകർത്ത് മോഷണം നടന്നതായുള്ള വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. കഴിഞ്ഞ വർഷം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലും പനങ്ങാട്ടുകര കാർത്യായനി ക്ഷേത്രത്തിലും വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പാലക്കാട്ട് KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. KFCയിലെ കോടികൾ നിയമവിരുദ്ധമായി അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. കൃത്യമായ സാമ്പത്തിക പരിശോധന നടത്തിയില്ലെങ്കിൽ KSFEയുടെ ഭാവിയും അവതാളത്തിലാകും. ബീവറേജസ് കോർപ്പറേഷനെ പോലും നഷ്ടത്തിലാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്നും A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. ഇന്ന് കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മാത്രമല്ല, ഒരു കാര്യം പറയാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഏത് സംഘടനയ്ക്കും സംഘടന പറയുന്നത് നമ്മുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒന്നോ രണ്ടോ ആൾ പ്രതികരിക്കാനാണ് സംഘടന. എല്ലാവരും കൂടി ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കുകയും ആ ആശയത്തിൽ ഉന്നയിക്കുന്ന ആളുകളുടെ ഭാരവാഹികളാവുകയും അവരതിനനുസരിച്ച് ആ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് സംഘടന ചുമതല. അതാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ, കേരളം എന്ന് പറഞ്ഞ വെളിയിൽ പറയും രാഷ്ട്രീയ അതിപ്രസരമുള്ള സംസ്ഥാനമാണെന്ന് പറയും. പക്ഷെ നമ്മൾ വളർന്നു വന്നിട്ടുള്ള ശീലം അതാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ആരെങ്കിലും സമരം ചെയ്ത് ഞങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചൊരു ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോയെങ്കിലും മാത്രമേ കാര്യങ്ങൾ നടക്കും. അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV അജിത്, മുൻ പ്രസിഡന്റ് V. വിജയൻ, M. ശബരീഷ്, C. സുകുമാരൻ, RC രവി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ മോഷ്ടാവിനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്രയിലുള്ള ഫിനാൻസ് എന്ന സ്ഥാപനത്തിനു പിറകിലെ വർക്ക്ഷോപ്പിൽ നിന്ന്
മോഷ്ടിച്ച സാധനങ്ങൾ അതിരാവിലെ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മോഷ്ടാവ് പിടിയിലായത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. വർക്ക്ഷോപ്പിൽ നിന്ന് ചെമ്പുകമ്പിയും മറ്റും മോഷ്ടിച്ച് കടത്തുന്നതിനിടയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മോഷ്ടാവിനെ തടഞ്ഞുവെക്കുകയും വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പ്രദേശത്തെ സ്ഥിരം മോഷ്ടാവും നിരവധി മോഷണക്കേസുകളിൽ പ്രതിയുമായ മുള്ളൂർക്കര സ്വദേശി 36 വയസ്സുള്ള സന്തോഷാണ് പിടിയിലായത്. വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് സ്ഥാപനങ്ങളും ഏറെയുള്ള പരുത്തിപ്പറയിലെ സർവീസ് സ്റ്റേഷനടുത്തായിരുന്നു മോഷണം. പരിസരത്തെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വാഹനത്തിൻ്റെ ബാറ്ററിയും AC-യുടെ കംപ്രസറും അടുത്തിടെ മോഷണം പോയിരുന്നു. പല സ്ഥാപനങ്ങളിലും നിരീക്ഷണ ക്യാമറകളില്ലാത്തതും മേഖലയിൽ മോഷണം പെരുകാൻ കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പരുത്തിപ്രയിൽ കുളത്തിൽ വീണ് വയോധികൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ സ്ഥലമുടമയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പരുത്തിപ്ര വെളുത്താങ്ങലിൽ കുഞ്ഞൻ മരിച്ചത് ഷോക്കേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴയ്ക്കൽ വീട്ടിൽ 74 വയസ്സുള്ള ശങ്കരനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 നവംബർ 28 രാവിലെയാണ് കുഞ്ഞനെ വീട്ടിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശങ്കരനാരായണന്റെ വീട്ടിലെ ജോലിക്കാരനായ കുഞ്ഞൻ മീൻ വളർത്തുന്ന കുളത്തിന് സമീപത്ത് പുലർച്ചെ 5 മണിയോടെ എത്തിയപ്പോൾ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴയ്ക്കൽ വീട്ടിൽ 74 വയസ്സുള്ള ശങ്കരനാരായണനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണന്റെ കൃഷിയിടത്തിൽ പന്നിശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് കുഴിയെടുത്ത് സമീപത്തെ കുളം, കൃഷിയിടം എന്നിവയുടെ സമീപത്ത് സ്ഥാപിച്ച ഇരുമ്പു കമ്പികളിലേക്ക് വൈദ്യുതി കടത്തിവിടുകയായിരുന്നു. ഈ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് കുഞ്ഞൻ മരിച്ചത്. രാവിലെ ശങ്കരനാരായണൻ വന്നപ്പോഴാണ് കുഞ്ഞൻ കുളത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ വൈദ്യുതി കെണി അവിടെ നിന്ന് മാറ്റിയ ശേഷം നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. പോലീസ് സ്ഥലമുടമയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ, SI M മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലാകെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ കരുത്താർജിക്കുന്നുണ്ടെന്ന് സാഹിത്യകാരൻ ശ്രീചിത്രൻ. പാലക്കാട്ട് യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാസാഹിത്യ മൂല്യങ്ങളുടെ നാടാണ് പാലക്കാടെന്നും ശ്രീചിത്രൻ ചൂണ്ടിക്കാട്ടി. MTയുടെ നാട് സാംസ്കാരിക പ്രവർത്തകർക്ക് വളക്കൂറുള്ള മണ്ണാണ്. രചനാ വൈഭവം തീർക്കുന്ന ഒട്ടേറെ എഴുത്തുകാരും കലാപ്രവർത്തകരും വളർന്നുവരുന്നത് ആശാവഹമാണ്. കേരളത്തിലാകെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ ശക്തിയാർജിക്കുന്നുണ്ടെന്നും ശ്രീചിത്രൻ പറഞ്ഞു. വാക്കിന്റെ മുകളിലുള്ളൊരു പ്രശ്നമായിരുന്നില്ല. കവിതയെ യഥാർത്ഥത്തിൽ കവിതയായാലും സാഹിത്യമായാലും ഭൗതിക തലത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ആധുനികതയുടെ ഒരു പ്രവേശമായിരുന്നു. അന്ന് എതിരഭിപ്രായമുള്ളവർ അതിശക്തമായി വള്ളത്തോളിനെതിരെ വാദിച്ചിട്ടുണ്ട്. കവനത്തിന് കാശ് വാങ്ങുകയോ ശിവ ശിവ എന്നൊക്കെ അന്ന് കവിതയുണ്ട്. കവനത്തിന് കാശ് വാങ്ങുന്നതിനും വലിയ തെറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള അനേകം എതിർപ്പുകളെയും പ്രതിരോധങ്ങളെയൊക്കെ മറികടന്നാണ് മലയാളത്തിൻ്റെ ഭൗതികമായ പോരാട്ടത്തിൻ്റെ അക്ഷരഭൂമിക ആയിട്ട് കേരളം മാറുന്നത്. അങ്ങനെ വളർന്ന കേരളം വലിയ തോതിലുള്ളൊരു പ്രതിലോമകരമായ തിരിച്ചുപോക്കിലേക്കാണ് എന്ന തിരിച്ചറിവ്, ഒരു ഭീതി എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ തിരിച്ചറിവിൻ്റെ മുന്നിലാണ് യഥാർത്ഥം. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കഥ, കവിത, ഉപന്യാസം രചന, കവിതാ വിപ്ലവഗാനാലാപനം, ഗസൽ, നാടൻപാട്ടാലാപനം, മ്യൂസിക്കൽ ബാൻഡ്, തെരുവു നാടകം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, സാഹിത്യകാരൻ രാജേഷ് മേനോൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, ജില്ലാ ട്രഷറർ M രൺദീഷ്, SFI ജില്ലാ സെക്രട്ടറി S വിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPU കോട്ടായി യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P വാസുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാരി, ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രൻ, ബ്ലോക്ക് ഭാരവാഹികളായ പീതാംബരൻ, പ്രൊഫസർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മാധവൻ റിപ്പോർട്ടും ട്രഷറർ KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ സ്വാഗതവും രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
റോയിറ്റേഴ്സ് റിപ്പോർട്ടർ തോമസ് അഗസ്റ്റിൻ ആൻഡ്രൂസിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയിൽ സുഹൃത്തുക്കളുടെ സംഗമം നടന്നു. ലണ്ടൻ സ്വദേശിയായ തോമസ് അഗസ്റ്റിൻ ആൻഡ്രൂസ് 2025 മെയ് മാസത്തിൽ വായനശാല സന്ദർശിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കെയാണ് ഗസ യുദ്ധഭൂമിയിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നത്. അപ്പുണ്ണിയേട്ടൻ വായനശാല സന്ദർശിക്കാൻ അടങ്ങാത്ത ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടന്നെങ്കിലും ഗസയിലെ യുദ്ധഭൂമിയിൽ തീത്തുപ്പുന്ന ബോംബ് വർഷത്തിൽ മോഹങ്ങൾ കരിഞ്ഞുണങ്ങി ജീവൻ ത്യജിക്കേണ്ടി വന്ന തോമസ് അഗസ്റ്റിൻ ആൻഡ്രൂസ് റോയിറ്റേഴ്സ് പത്രത്തിന്റെ റിപ്പോർട്ടറായിരുന്നു. കോട്ടായി സ്വദേശിയായ ജയശങ്കറിന്റെ സഹപ്രവർത്തകനായിരുന്നു ആൻഡ്രൂസ്. ജയശങ്കറിൽ നിന്നാണ് അപ്പുണ്ണിയേട്ടൻ വായനശാലയെ അടുത്തറിയാൻ കഴിഞ്ഞത്. പിന്നീട് അത് ഒരു ആവേശമായി മാറുകയായിരുന്നു. വായനശാല സന്ദർശിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതിനിടയിലാണ് ഗസ യുദ്ധഭൂമിയിൽ ജീവൻ ബലി നൽകേണ്ടി വന്നത്. വായനശാലയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ഇദ്ദേഹം $300 വായനശാലയ്ക്ക് സംഭാവന നൽകിയിരുന്നു. വായനശാല സെക്രട്ടറി KA അജേഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ തോമസ് അഗസ്റ്റിൻ ആൻഡ്രൂസിന്റെ ഛായാചിത്രം കവയിത്രി രജനി ചെറുപ്പളശ്ശേരി അനാച്ഛാദനം ചെയ്തു. ജയശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപക ചെയർമാൻ EB രമേശ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം വെള്ളാരംപാറ പടിഞ്ഞാറേത്തല അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ശനിയാഴ്ച വൈകിട്ട് നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ 100 ആളുകൾ പങ്കെടുത്തു. പൂരാഘോഷത്തിന് സമാനമായ രീതിയിലാണ് അയ്യപ്പൻ വിളക്ക് ഉത്സവം സംഘടിപ്പിച്ചത്. കോതക്കുറിശി ഉണ്ണി വെളിച്ചപ്പാടും സംഘവുമായിരുന്നു വിളക്കു പാർട്ടി. വൈകിട്ട് 5 മണിക്ക് പുലാച്ചിത്ര കിള്ളിക്കാവിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി 7:30 വിളക്കുപന്തലിൽ എത്തി. എഴുന്നള്ളിപ്പിനൊപ്പം വിവിധ വണ്ടിവേഷങ്ങൾ, പൂക്കാവടി, തകിൽവാദ്യം, മേളം എന്നിവയുമുണ്ടായിരുന്നു. വാണിയംകുളം നഗരം ചുറ്റിയ എഴുന്നള്ളിപ്പ് ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി. വിളക്കുപന്തലിൽ തായമ്പക, നൃത്തം, സോപാന സംഗീതം, അയ്യപ്പനും വാവരും, കനൽച്ചാട്ടം, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, അയ്യപ്പൻ പാട്ട തുടങ്ങിയ ചടങ്ങുകളുമുണ്ടായി. അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിയൂർ സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവുകാരൻ മരിച്ചു. പാലക്കാട് അകത്തേത്തറ സ്വദേശി 56 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കടുത്ത പ്രമേഹവും അനുബന്ധ അസുഖങ്ങളും മൂലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ കൊല്ലപ്പെട്ട കേസിൽ 2019 മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് 5ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷഫീഖ് അത്തിക്കോട് ഉദ്ഘാടനം ചെയ്തു. M. ഇസ്മായിൽ, പഞ്ചായത്ത് അംഗം K. രാജമ്മ, H. അബ്ദുള്ള, ഗിസാൻ മുഹമ്മദ്, നവാസ് മുഹമ്മദ്, KA ഹക്കീം, സജിലേഷ് കിണാവല്ലൂർ, KA മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹാമർ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കിയ സാഗർ നരേന്ദ്രനെ ചടങ്ങിൽ അനുമോദിച്ചു. AFC 5ാം മൈൽ ടൂർണമെന്റ് വിജയികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോങ്ങാട് നാരങ്ങ മിഠായി കൂട്ടായ്മയിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോങ്ങാട് ഹില്ലാൻഡ് പാർക്കിൽ നടന്ന ചടങ്ങ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റഹ്മാൻ കോങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ വീരമംഗലം, അലവി, മോഹനൻ മാസ്റ്റർ, അജിത് മാതൃഭൂമി, തെക്കേക്കുളം വേണുഗോപാലൻ, മങ്ങാട്ട് സേതുമാധവൻ, കടവത്ത് സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണു കോങ്ങാട്, CK ഹരിദാസൻ, KR ഹരിദാസ്, P. ദേവഭൂവേന്ദ്രൻ, അനിൽകുമാർ, സുന്ദരൻ കോങ്ങാട്, ചെമ്പക്കര ശിവകുമാർ, ഹരിബാലൻ, N. രാമരാജൻ, ജാക്സൺ കടവത്ത്, ജലീൽ AU, അബ്ബാസ് എന്നിവർ താരങ്ങളെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കരോക്കെ ഗാനമേളയും സേതുമാധവൻ പെരിങ്ങോട് അവതരിപ്പിച്ച മാജിക് ഷോയും ഉണ്ടായിരുന്നു. CN ശിവദാസൻ സ്വാഗതവും CP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണെന്ന് CPM നേതാവ് ഗോപി കോട്ടമുറിക്കൽ. കൃഷിഭൂമി കുത്തകകളുടെ കൈകളിൽ എത്തിക്കാനുള്ള നീക്കം ചെറുകിട ഇടത്തരം കർഷകരെ ഇല്ലാതാക്കും. പാലക്കാട്ട് കർഷക സംഘം ജില്ലാ കൺവെൻഷൻ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. KFCയുടെ കോടികൾ അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ച് തുലച്ചു. KSFEയുടെ ഭാവി എന്തെന്ന് കണ്ടറിയണം.
ബിവറേജസ് കോർപ്പറേഷനെ പോലും നഷ്ടത്തിലാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്നും എ തങ്കപ്പൻ. പാലക്കാട്ട് KSFE ഓഫീസേഴ്സ് അസോസിയേഷന്റെ യാത്രയയപ്പ് സമ്മേളനം. വടക്കാഞ്ചേരി മേഖലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പെരുകുന്നു. കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് കവർച്ച. ഓട്ടുപാറ പരുത്തിപ്രയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ കടത്തുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര സ്വദേശി സന്തോഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.